പക്ഷെ അംജുഖാനായിട്ട് സംസാരിച്ചു തുടങ്ങി ഒരു 3 ദിവസം കഴിഞ്ഞപ്പോ സെയിം വൈബാ. ലോങ് ഡിസ്റ്റൻസ് സത്യം പറഞ്ഞാൽ അത്ര ഈസി അല്ല. കാരണം സ്റ്റാർട്ട് ചെയ്യണ സംസാരിച്ചു തുടങ്ങിയപ്പോ ആദ്യത്തെ കണ്ടുപോലെ അല്ല തോന്നിയത്. ഐ നോ ഹർ ലൈക്ക് ബിഫോർ. ആ ഒരു കൈൻഡ് ഓഫ് നമ്മള് 4 മാസം എന്നല്ല 10 വർഷം ഇരുന്നാലും ചിലപ്പോ ഒരാളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒരു പാസ്റ്റ് നോക്കി ജീവിക്കുന്ന ആളല്ല. ആൻഡ് ഐ ഡോണ്ട് ഈവൻ ബോദർ വാട്ട് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ്. നമ്മൾ കൂടുതൽ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ആങ്ഷ്യസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എവിടെ എത്തത്തില്ല. എനിക്ക് അറേഞ്ച് മാരേജ് കേൾക്കുമ്പോ മുമ്പേ ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നിയ അറേഞ്ച് മാരേജ് ജസ്റ്റ് നോക്കി നോക്കാം എന്തായിരിക്കും എങ്ങനെയായിരിക്കും അറിയില്ല. അങ്ങനെയാണ് ഉമ്മാനും ഉപ്പാനും ഏൽപ്പിച്ചത്. അവരൊക്കെ ബെസ്റ്റ് തരുന്ന എനിക്കൊരു വിശ്വാസമുണ്ട്. അപ്പൊ അങ്ങനെ ആക്കി അങ്ങനെയാണ് അംജുക്ക വരുന്നത്. പക്ഷെ അംജുക്കാനായിട്ട് സംസാരിച്ചു തുടങ്ങി ഒരു 3 ദിവസം കഴിഞ്ഞപ്പോ സെയിം വൈബാ. നമ്മള് ഒരേപോലെ ഒരേ ടേസ്റ്റ് ആണ്, ഒരേ കാര്യങ്ങളാണ് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ നമ്മള് സത്യം പറഞ്ഞ കാണാതെ അല്ലെങ്കിൽ ട്വിൻസിനെ പോലെ നമ്മള് ഒരേപോലെ എല്ലാ കാര്യങ്ങളും അപ്പൊ എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ പോകുന്നു. ലോങ് ഡിസ്റ്റൻസ് നമുക്ക് അതുകൊണ്ട് തോന്നിയിട്ടേ ഇല്ല. സത്യം പറഞ്ഞാൽ ടൈം ഡിഫറൻസ് ഉണ്ട്. നമുക്ക് 5.5 മണിക്കൂറൊക്കെ ടൈം ഡിഫറൻസ് ഉണ്ട്. അതിന്റെ കാരണം അംജുക്ക് ജോലി കഴിഞ്ഞ് ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്നത് രാത്രി 1 മണിക്കാണ്. നമ്മുടെ ഇവിടുത്തെ രാത്രി 1 മണി 2 മണിക്കാണ് വരുന്നത്. ഞാൻ അന്ന് ഓർക്കുന്നു ലൈക്ക് ഷീ യൂസ്ഡ് ടു വെയിറ്റ് ഫോർ മീ. ഞാൻ നേരെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ മോർണിംഗ് 2 മണി വരെ ഉറക്കം വെച്ചാ പിന്നെ എണീറ്റിരിക്കും. ലൈക്ക് ഇവിടുത്തെ 4 o'clock 5 വരെ നമ്മൾ സംസാരിച്ചിരിക്കും. പക്ഷെ ആ സെയിം ടൈം അംജുക്ക് എഫേർട്ട് എടുക്കുന്നുണ്ട്. കാരണം ജോലി കഴിഞ്ഞ് അത്രയും ക്ഷീണിച്ചിട്ടാണ് അംജുക്ക് എത്തുന്നത്. എന്നിട്ട് പോലും ഇരിക്കുന്നത് ഞാനും ഉറക്കം ഉളച്ചിരിക്കുന്നുണ്ട്. പിന്നെ അംജുക്കാക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയത്. അതെ അതെ. പിന്നെ നൈറ്റ് ഷിഫ്റ്റ് തുടങ്ങുമ്പോ പിന്നെ എന്റെ ഉറക്കം പോയി. അങ്ങനെ അടിപൊളിയായിട്ട് പോയി. പല ആൾക്കാരും പറഞ്ഞു കേൾക്കുന്നുണ്ട്, അതായത് ഈ ലോങ് ഡിസ്റ്റൻസ് കാരണമാണ് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയത്, അല്ലെങ്കിൽ പല ഒരു റിലേഷൻഷിപ്പും തകർന്നു പോയത് ആ ഒരു ലോങ് ഡിസ്റ്റൻസ് കാരണമാണ്. സത്യം പറഞ്ഞാൽ വി ഷുഡ് ബി ഓണസ്റ്റ്. ആൻഡ് ആ ഒരു കമ്മിറ്റ്മെന്റിൽ എത്തുമ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ സൈഡിൽ നിന്ന് ഒരു എഫേർട്ട് എടുക്കുമല്ലോ. പിന്നെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അതാണ് മെയിൻ ആയിട്ട് ഡിസ്റ്റൻസ് സത്യം പറഞ്ഞാൽ അത്ര ഈസി അല്ല. കാരണം പ്രത്യേകിച്ച് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് ഇതിനു മുമ്പ് അങ്ങനെ ഒരു ലവ് എന്ന് പറഞ്ഞ ഫാക്ടറി കൂടെ എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ മുന്നേ നമ്മൾ പരിചയമൊന്നുമില്ല. അപ്പൊ എപ്പോ വേണമെങ്കിലും അത് പൊട്ടിപ്പോവാനുള്ള നല്ല ചാൻസസ് കൂടുതലായിരുന്നു. ഇതുവരെ അറിയാത്ത നമുക്ക് വാക്കിന് പറ്റിയത്. പക്ഷെ നമ്മുടെ ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എഫേർട്ട് എടുത്തതാ. നമ്മൾ രണ്ടുപേരും കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്തല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് അത് വന്നിട്ട് 2 കൂട്ടരും ഒരുപോലെ എഫേർട്ട് എടുത്തു. പിന്നെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വേണ്ടത് ടൈം എന്ന് പറഞ്ഞ സാധനമാണ് ഏത് റിലേഷൻഷിപ്പിന്റെ ആവശ്യം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഏറ്റവും അതില് ചാലഞ്ചിങ് ആയിട്ടുള്ളത് ഈ ടൈം എന്ന് പറഞ്ഞ സാധനമായിരുന്നു. രണ്ടുപേർക്കും ടൈം ഉണ്ടാക്കിയിരുന്നു. പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിരുന്നത്. എന്തൊക്കെ ഇതാണെങ്കിലും നമ്മളെല്ലാ വിശേഷവും, എന്റെ എല്ലാ വിശേഷവും അംജുക്കാർക്ക് അറിയാം, അംജുക്കാരുടെ എല്ലാ വിശേഷവും എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് കൂടുതൽ ചിന്തിക്കേണ്ടി വരുന്നില്ല. അല്ലെങ്കിൽ നമുക്കുണ്ടാവും ഫോൺ കോളും മെസ്സേജും കാണാണ്ട് എവിടെ ആവുമോ എന്താ എന്നെ വിളിക്കാൻ. നമുക്ക് അങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി ഉറപ്പായിട്ട് വരും ആ ഒരു ടൈം എന്ന് പറയുന്നത്. അങ്ങനെ സാധനം അത് ജസ്റ്റ് നമ്മളിങ്ങനെ എവിടെ പോകുമ്പോഴും അങ്ങനത്തെ ഒരു ഇതല്ല, വിശേഷം പറയലാണ്. ഇപ്പൊ ഞാനാണെങ്കിലും വിശേഷം അതൊക്കെ ഇങ്ങനെ നടന്നു പറയുമ്പോ നമുക്ക് എപ്പോഴും കൂടെ ഉള്ള പോലെ തന്നെയാണ്. പിന്നെ നമുക്ക് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ, എനിക്ക് ഏറ്റവും തോന്നിയത് കമ്മ്യൂണിക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത് ഇവിടം വരെ എത്തിയത്. അതെ അതെ, അതും പിന്നെ പാരന്റ്സിന്റെ അനുഗ്രഹവും എല്ലാം ഉണ്ട്. കാരണം അവരുടെ ബ്ലെസ്സിങ്സും പിന്നെ അവർക്കും ഇഷ്ടമായി. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഇത് പാരന്റ്സിന് 2 പാരന്റ്സിനും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ ഒരു 4 മാസത്തിനുള്ളിൽ ഒരാളെ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയൊക്കെ കരുതിയിരുന്നോ? അങ്ങനെയല്ല, ലൈക്ക് സ്റ്റാർട്ട് ചെയ്യണ സംസാരിച്ചു തുടങ്ങിയപ്പോ ആദ്യത്തെ കണ്ടുപോലെ അല്ല തോന്നിയത്. ഐ നോ ഹർ ലൈക്ക് ബിഫോർ. ആ ഒരു കൈൻഡ് ഓഫ് ഫീൽ ആയിരുന്നു ആദ്യം തന്നെ. പിന്നെ നമ്മള് 4 മാസം എന്നല്ല 10 വർഷം ഇരുന്നാലും ചിലപ്പോ ഒരാളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതൊരു പോയിന്റ് ആണ്. നമുക്ക് വർഷക്കണക്കിൽ ഒരു കാര്യമില്ല. അത് എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മള് സ്നേഹത്തിനാണെങ്കിലും പ്രേമത്തിന് എന്ത് കാര്യം എടുത്തു കഴിഞ്ഞാലും ഒരു മനുഷ്യനെ മനസ്സിലാക്കുക അതുകൊണ്ടല്ല, പ്രസന്റില് ജീവിക്കാം. പ്രസന്റിൽ എങ്ങനെയാണോ ആ ആള് അത് വിശ്വസിച്ചിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോവുക. നമ്മൾ കൂടുതൽ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ആങ്ഷ്യസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എവിടെ എത്തത്തില്ല. അത് ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവത്തേ ഉള്ളൂ. നമ്മൾ കൂടുതൽ ടെൻഷൻ അടിച്ച് നമ്മൾ അപ്പോഴാണ് നമ്മൾ പലതും നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് പുറത്തു വരും. പലതും ചെയ്തുകൊണ്ടിരിക്കും. അതങ്ങ് തകർന്നു ഇല്ലാതാക്കും. നമ്മൾ തന്നെ ഇല്ലാതാക്കും. പ്രസന്റില് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുക. ഉള്ള ഓരോ സെക്കൻഡ്സ് പൊളിയായിട്ട് ആക്കാം. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് ആളുടെ എക്സിന് അംജുക്ക എടുത്ത രീതി എങ്ങനെയാണ്, അല്ലെങ്കിൽ അംജുക്കും ഇതേമാതിരി? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു പാസ്റ്റ് നോക്കി ജീവിക്കുന്ന ആളല്ല. ആൻഡ് ഐ ഡോണ്ട് ഈവൻ ബോദർ വാട്ട് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ്.
The main thing is that I want to get married with her and we are happily married now. Yeah. And ഇനി ഞങ്ങളാണ് ഞങ്ങളുടെ ലൈഫ് നോക്കുന്നത്. പാസ്റ്റ് ഇസ് പാസ്റ്റ്. I don't even എക്സുമില്ല, bother. എക്സുമില്ല, വയ്യൂല്ല, വയ്യില്ല, സെറ്റുമില്ല, ഒന്നുമില്ല. ഒന്നുമില്ല. ഇപ്പൊ ഞങ്ങളാണ് ഭാര്യയും ഞങ്ങള് ഭാര്യയും ഭർത്താവും ഒഫീഷ്യലി officially declared. പിന്നെ അതിലും കൂടുതലൊന്നുമല്ല. അംജിക്ക എന്ന് പറയുന്നത് മുന്നേയും ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ല പാസ്റ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടൊന്നും. പക്ഷെ ഞാൻ ഞാൻ എല്ലാം അങ്ങനെ പറയുന്നത് ചോദിച്ചിട്ടുണ്ട് കേട്ടിരിക്കും. അംജിക്ക ചോദിച്ചിട്ടില്ല, ഞാനായിട്ട് എല്ലാം പറഞ്ഞു. ഇല്ല, ഞാൻ അംജിക്ക അത് കേട്ടിരിക്കും. അല്ലാണ്ട് അതിന്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും അംജിക്ക നിന്നിട്ടില്ല. എന്റെ അടുത്ത് സ്റ്റാർട്ടിങ് ഒന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു, മറ്റേ കപ്പിൾ വീഡിയോസും കാണിച്ചു. ഐ വാസ് ലൈക്ക് ഓക്കെ, വാട്ട് എവർ ഹാപ്പൻ ഇൻ പാസ്റ്റ്, ദാറ്റ്സ് ഇറ്റ്. അംജിക്ക അതിൽ പറഞ്ഞ കാര്യമുണ്ട്. അംജിക്കാക്ക് കണ്ടിട്ട് അംജിക്ക ഇങ്ങനെ ചിരിച്ചിരിക്കും. ഞാൻ വീഡിയോ കോളിലുണ്ട്, അംജിക്ക അവിടെ നിന്ന് വീഡിയോ കണ്ടിട്ടുണ്ട്. അംജിക്ക ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ഞാൻ പാലിക്കുമ്പോൾ അപ്പൊ ഞാൻ കുഞ്ഞിയുടെ മുഖത്ത് സന്തോഷം കിട്ടിയിരുന്നു. ശരിക്കും നല്ല ഭംഗിയുള്ള ചിരി, നല്ല രസമുണ്ട്. ആ സമയത്ത് ഹെയർ സ്റ്റൈൽ കൊള്ളായിരുന്നുണ്ടോ? അംജിക്ക അത് മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. അല്ലാണ്ട് കൂട്ടത്തിൽ പിന്നെ അംജിക്ക എന്നോടൊരു കാര്യം പറഞ്ഞു, എനിക്കിത് കാണുമ്പോ എനിക്കിത് കണ്ടിട്ട് സങ്കടമോ എനിക്ക് വിഷമോ കുശുമ്പോ ഒന്നും എനിക്ക് തോന്നില്ല. ഇപ്പൊ ഞാനിത് കാണുമ്പോ കുഞ്ഞൊരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നു, അതിന് എത്ര പേര് അത്രേ ഞാൻ എടുക്കുന്നുള്ളൂ. എനിക്ക് അതിലും കൂടുതൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. പിന്നെ എല്ലാവർക്കും ഫാസ്റ്റ് ഉണ്ട്, ഞാൻ അത്ര മാത്രമേ ഉള്ളൂ. എനിക്ക് അതിൽ കൂടുതൽ എനിക്ക് താല്പര്യമില്ല അറിയാം.